ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ ദൈവ സാന്നിധ്യം അധികമായി നിൽക്കുന്നത് കൊണ്ടും ഇനി പ്രത്യേകിച്ചൊരു മുഖവുരയുടെ ആവശ്യമില്ലാത്തത് കൊണ്ടും ഞാൻ മറ്റൊരു കാര്യത്തിലേക്കും സംസാരിക്കാതെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിലൂടെ ഞാൻ നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കും. എന്നാൽ സ്പർശിക്കുന്നത് ഞാനല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ നിറഞ്ഞൊരു ആത്മസാന്നിധ്യം നിൽക്കുന്നത് കൊണ്ട് ഇനി ഞാൻ മറ്റെന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഒരുപക്ഷെ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടുന്ന് എന്തോ ഇതിനകത്ത് ചെയ്യാൻ വളരെയേറെ താല്പര്യത്തോടെ നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിനകത്തുള്ള ആ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഉയർത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നു. എന്നാൽ സങ്കടമില്ലാത്തവരല്ല അങ്ങനെ പറഞ്ഞേ, പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കിട്ടിയവരല്ല അങ്ങനെ പറഞ്ഞേ, പ്രശ്നങ്ങളില്ലാത്തവരല്ല അങ്ങനെ പറഞ്ഞേ, ദുഃഖമില്ലാത്തവരല്ല അങ്ങനെ പറഞ്ഞേ. അതിനകത്തുനിന്നും നിങ്ങൾക്ക് എടുത്തൊരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റിയതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയതോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തതാണെങ്കിൽ പോലും നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിഞ്ഞതോ ആകുന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് ദൈവലോകത്ത് നിന്നും ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. അത് നിങ്ങൾ പറഞ്ഞത് വെറുതെ എന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ കമൻ്റ് ഇട്ടത് എന്നെ സുഖിപ്പിക്കാനല്ല, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ലാംഗ്വേജാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ലാംഗ്വേജാണ്. എന്താണ് അതിനകത്തൊന്ന് മനസ്സിലാകുന്നത്? പുറത്തുള്ള ഒന്നിനും പുറമേയുള്ള ഒന്നിനും ഒരു പരിധിയിൽ കവിഞ്ഞ് എന്നെ അസ്വസ്ഥപ്പെടുത്താനോ ഞെരുക്കാനോ പുറകിലോട്ട് വലിക്കാനോ അധൈര്യപ്പെടുത്താനോ സ്വാധീനിക്കാനോ എന്നിലുള്ള അവൻ്റെ ഹോൾഡ് നിലനിർത്താനോ കഴിയത്തില്ല. കാരണം അകത്തെ മനുഷ്യന് ജീവനുള്ളിടത്തോളം കാലം അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ദൈവലോകത്ത് നിന്നുള്ള സന്ദേശം ഒരാത്മ മനുഷ്യൻ്റെ മേൽ വന്നുകൊണ്ടേയിരിക്കും. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന സന്ദേശത്തിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നു? ആമേൻ, ആമേൻ. ഒന്നുകൂടെ പറയാം. എന്താണ് അകത്തെ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവലോകത്തിൻ്റെ ജാലകം അടയുന്നിടത്തോളം കാലം, അപ്പോൾ അതൊരിക്കലും അടയാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. ദൈവലോകത്ത് നിന്നുള്ള സന്ദേശങ്ങൾ ഒരാത്മ മനുഷ്യൻ സ്വീകരിക്കുന്നിടത്തോളം കാലം പുറത്തുള്ള ഒന്നിനും ഒരുപക്ഷെ എൻ്റെ കണ്ണ് നിറയിക്കുന്ന, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, എന്നെ ഞെരുക്കുന്ന, എന്നെ വിശ്വാസത്തിൽ നിന്ന് താഴേക്ക് വലിക്കുന്ന, എന്നെ ദൈവത്തിങ്കിൽ നിന്ന് പുറകിലേക്ക് വലിക്കുന്ന ഒന്നിനും ഒരു പരിധിയിൽ കവിഞ്ഞ്, ഒരു പരിധിക്കപ്പുറം, ഒരു നിശ്ചിത കാലഘട്ടം കടന്ന് എൻ്റെ ജീവിതത്തിൽ സ്വാധീനപ്പെടുത്താൻ, എന്നെ സ്വാധീനിക്കാനോ എൻ്റെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാനോ കഴിയത്തില്ല. അകത്തെ മനുഷ്യൻ ദൈവലോകത്ത് നിന്ന് സന്ദേശങ്ങളും ശക്തിയും സ്വീകരിക്കുന്നിടത്തോളം കാലം അതിനൊക്കെ ഒരു കാലപരിധിയുണ്ട്. ആ സന്ദേശം ആത്മമനുഷ്യൻ സ്വീകരിക്കുന്ന കാലം വരെ ഉള്ളു ആ ഞെരുക്കം. അകത്തെ മനുഷ്യൻ ദൈവലോകത്ത് നിന്ന് ചില ശക്തി സ്വീകരിക്കുന്നത് വരെ ഉള്ളു ഈ ബന്ധനം, ഈ പോരാട്ടം, ഈ നിരാശ എന്ന് പറയുന്ന ഈ കാര്യം. കാരണം അകത്തെ മനുഷ്യന്റെ ശക്തിയാൽ പുറത്ത് അവനെ സ്വാധീനിക്കുന്ന സകലത്തെയും ജയിക്കാനുള്ള രാജകീയ അധികാരം ഒരാത്മ മനുഷ്യന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അത് പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരാത്മ മനുഷ്യന് ജീവിക്കുന്നതിന് മാർഗരേഖയുണ്ട്. ഒരാത്മ മനുഷ്യന് ആരാധിക്കുന്നതിനൊരു മാർഗരേഖയുണ്ട്. ഒരാത്മീയ പൈതലിന് സഞ്ചരിക്കുന്നതിനൊരു സഞ്ചാരപാതയുണ്ട്. നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ദൈവം അങ്ങനെ ഒരു പ്രയർ അനോയിന്റിങ് പകർന്നിട്ടുള്ള ദൈവമക്കളാണ്, എനിക്കറിയാം. നന്നായി ആരാധിക്കുന്നവരാണ് ഈ മീറ്റിങ്ങിലുള്ളത്. നന്നായി ആരാധിക്കുന്നവരാണ് നിങ്ങൾ, നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ, നിങ്ങൾ നന്നായി സ്നേഹിക്കുന്നവർ, നിങ്ങൾ ദൈവത്തെ നന്നായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ദൈവമക്കൾ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്ക് കേട്ടോ.
അപ്പോ അങ്ങനെ ആരാധിക്കുന്ന ഒരു ദൈവ മനുഷ്യനും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനും ദൈവലോകവുമായി ബന്ധമുള്ള ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം വെച്ചിരിക്കുന്ന ഒരു സഞ്ചാര പാതയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എസ്പെഷ്യലി ഇത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാകും, മറ്റുള്ളവർക്കും മനസ്സിലാകും. കാരണം ഈ മലയാളത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന നല്ല അനോയിൻറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എനിക്കറിയാം. കാരണം നമുക്ക് തന്നെ തോന്നിപ്പോകും മലയാളത്തിൽ എങ്ങനെ ഇവർ ഇത്ര സ്ഫുടമായിട്ട്, എങ്ങനെ ഇത്ര ഒരു കണ്ണിയോട് കണ്ണി കോർത്ത് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവർ പ്രാർത്ഥിച്ചു പോകുന്ന ഞാൻ പലരുടെ പ്രയർ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അഭിഷേകമാണ്. അത് ബുദ്ധിയിൽ നിന്നോ അവരുടെ ഓർമ്മയിൽ നിന്നോ അവരുടെ ടാലൻറ്റ് കൊണ്ടൊന്നും വരുന്ന പ്രാർത്ഥനയല്ല എന്ന് നന്നായിട്ടറിയാം. കാരണം കർത്താവ് ആദ്യം എന്നെ അങ്ങനെ ഒരു അഭിഷേകത്തിലാണ് നിറച്ചത്. മലയാളത്തിൽ സമയങ്ങളെടുത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകമാണ് എനിക്ക് തന്നത്. അപ്പോൾ എനിക്കറിയാം ഞാൻ ബുദ്ധിയിൽ നിന്നല്ല പ്രാർത്ഥിച്ചത്, ഞാൻ മനസ്സിൽ നിന്ന് എടുത്തല്ല പ്രാർത്ഥിച്ച്, ഞാൻ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന കേട്ടൊന്നും അല്ല പ്രാർത്ഥിച്ചത്. എനിക്കറിയാം അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ അങ്ങനെ അനോയിൻറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ണിയോട് കണ്ണി കോർത്ത് പോയി നോൺ സ്റ്റോപ്പായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. അതിനൊരു പ്രത്യേക വേവ് ലെങ്ത് ഉണ്ട് ഇല്ലേ? ആ പ്രെയറിനൊരു പ്രത്യേക സഞ്ചാര പാതയുണ്ട്. ആ പ്രെയർ ഒന്നും ആക്ച്വലി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഇവിടെ ഒന്നും നിൽക്കുന്നതല്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന നമുക്ക് ആ പ്രാർത്ഥനയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കംഫർട്ട് കൊണ്ട് നമുക്കറിയാം ഇത് വേറൊരു രാജ്യത്തിലേക്ക് തൊടുകയാണ്, ഈ പ്രാർത്ഥന പലതും തുളച്ച് ചെല്ലുകയാണ്, ഈ പ്രാർത്ഥന പലതിനെയും ഖണ്ഡിക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്പിരിറ്റിൽ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? ഒരു സഞ്ചാരപാത അല്ലെങ്കിൽ ട്രെയിന് ഒരിക്കൽ പോലും നമ്മൾ റോഡിൽ കൂടെ ഓടണത് കണ്ടിട്ടില്ല. പ്ലെയിന് ഒരിക്കൽ പോലും നമ്മൾ വെള്ളത്തിൽ കൂടെ നീന്തിപ്പോകുന്നത് കണ്ടിട്ടില്ല. കപ്പൽ ഒരിക്കൽ പോലും നമ്മൾ ആകാശത്തുകൂടെ പറന്നു പോകുന്നത് കണ്ടിട്ടില്ല. അതിനൊക്കെ ഓരോ സഞ്ചാര പാതയുണ്ട്, അത് അതിലേക്കൂടെ പോവുള്ളൂ. ട്രെയിൻ ഇനിയിപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും, ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും, ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താലും അത് റെയിൽവേ ട്രാക്ക് ഉണ്ടെങ്കിലേ അത് പോവുള്ളൂ. കപ്പൽ വെള്ളം ഉണ്ടെങ്കിലേ അത് മുമ്പോട്ട് പോവുള്ളൂ. ഫ്ലൈറ്റ് ടയറുണ്ടെന്ന് പറഞ്ഞാൽ അത് റോഡിൽ കൂടെ ഓടൂല. അതിന് മര്യാദയ്ക്ക് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അത് ആകാശത്ത് കൂടെ പറക്കുള്ളൂ. അതതിൻ്റെ രീതിയാണ്, അതതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ദൈവം അതിനു വേണ്ടിയിട്ട് വിളിച്ച് വേർതിരിച്ച, അങ്ങനെ ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ച, അങ്ങനെ ദൈവത്തിൻ്റെ അഭിഷേകം വഹിക്കാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ച, അങ്ങനെ ദൈവത്തിന് വേണ്ടി ഓടാൻ വിളിച്ച് വേർതിരിച്ച, അങ്ങനെ ദൈവത്തിൻ്റെ തീ കത്തിച്ച് ജീവൻ പകർന്ന് വിളിച്ച ചിലതുങ്ങൾ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ദൈവാത്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന നിന്നെ റോഡിലൂടെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ, ആകാശത്തുകൂടെ ആത്മാവിൽ പറക്കുന്നത് പോലെ പറന്ന് നിന്നെ താഴെ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ, സ്മൂത്തായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടുന്ന പോലെ ഓടിക്കൊണ്ടിരുന്ന നിങ്ങളെ വഴിയിൽ ബ്ലോക്ക് ചെയ്തതുപോലെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി വന്നൊരു ഡിവൈൻ ഹാൻഡ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നീട്ടാൻ പോകുവാണ്. അങ്ങനെ സ്മൂത്തായി ഓടിക്കൊണ്ടിരുന്ന, അങ്ങനെ സ്മൂത്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അങ്ങനെ സ്മൂത്തായി വിടുതലെടുത്തുകൊണ്ടിരുന്ന, അങ്ങനെ കോൺഫിഡൻസ് ആയി ജീവിച്ചു കൊണ്ടിരുന്ന ചിലതിൻ്റെയൊക്കെ ഊർജത്തെ ക്ഷയിപ്പിച്ച ചില ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നീളാൻ പോകുന്നു. ആമേൻ. കാരണം ആരൊക്കെ സമരം ചെയ്തു എന്ന് പറഞ്ഞാലും ഇനി കപ്പലിന് വീല് വെച്ച് ഓടിക്കാൻ പോണില്ല. ആരൊക്കെ സമരം ചെയ്തു എന്ന് പറഞ്ഞാലും ഇനി ട്രെയിനിന് ചിറക് വെച്ച് പറപ്പിക്കാൻ പോണില്ല. കാരണം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ട്രാക്കുണ്ട്, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പോം വഴികളുണ്ട്, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പോക്ക് വഴികളുണ്ട്. ഇന്ന് വഴി അടഞ്ഞൊക്കെ നിൽക്കുന്ന ചിലതിനോടാണ് ഞാൻ ഈ ആത്മാവിൽ തൊട്ട് തുടങ്ങുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യം വരുന്നുണ്ട്. അങ്ങനെ ദൈവം നിങ്ങളെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇനി സ്റ്റാർട്ട് ചെയ്യണോ, ഇനി കണ്ടിന്യൂ ചെയ്യണോ, ഇനി നിൽക്കണോ, അതോ കളത്തിൽ നിന്ന് പുറത്തിറങ്ങണോ എന്നുള്ള സന്ദർഭത്തിൽ, അങ്ങനൊരു ചിന്താമണ്ഡലത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവി സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നതിൻ്റെ പ്രഥമ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ട്രാക്ക് ഒരുക്കിയിട്ട് വഴിയിൽ തടസ്സമില്ല എന്ന് ഉറപ്പ് വരുത്തിയവനാകുന്നു നിങ്ങളുടെ ദൈവമെന്ന് ഈ വചനത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരാത്മീയന് സഞ്ചാരപാതയുണ്ട്, ഒരാത്മീയന് പോകാനുള്ള വഴിയുണ്ട്. ഒരാത്മീയൻ്റെ സഞ്ചാരപാത എന്നത് ഒരു ചെറിയ തുടക്കം മുതൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ചെറിയ തുടക്കം മുതൽ ഒരു വലിയ വിജയത്തിലേക്കുള്ള യാത്രയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ. അങ്ങനൊരു വിജയത്തിൻ്റെ യാത്രയിലാണ് നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ അത് എൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേ. ഇത് വിജയത്തിലേക്കുള്ള യാത്രയാണ്. ഞാൻ തോറ്റവനല്ല. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഒരുപക്ഷെ പരാജയത്തിൻ്റെ അവസ്ഥയായിരിക്കാം, മറുപടി ഇതുവരെ കിട്ടാണ്ടുണ്ടായിരിക്കാം, പലതും ഉണ്ടാകാം. പക്ഷേ ഞാൻ ജയത്തിൻ്റെ ഒരു യാത്രയിലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആമേൻ, നല്ല ബോധ്യമുണ്ട്. സോ ഒരു ചെറിയ തുടക്കം അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ചെറിയ തുടക്കം അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ചെറിയ ആരംഭം വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗ് ഉണ്ടല്ലോ, ഈ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടല്ലോ, ഈ വിർച്വൽ മീറ്റിംഗ് ഉണ്ടല്ലോ, ഇത് വളരെ ചെറിയ തുടക്കമായിരുന്നു. ഇത് എൻ്റെ കൂടെ ആദ്യം മുതലുള്ളവരൊക്കെ ഈ മീറ്റിങ്ങിൽ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പേര് വിട്ടുപോയി, അത് സ്വാഭാവികമാണല്ലോ. കർത്താവിൻ്റെ കൂടി എല്ലാവരും ഒന്നും അവസാനമില്ല, പിന്നെ അവർ പലരും വിട്ടു പോട്ടെ. പക്ഷേ ഇത് നിങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ തുറക്കുന്നതാണ് എന്നൊരു ദൈവശബ്ദം കേട്ടപ്പോഴാണ് ഞാനിത് തുടങ്ങി. ചെറിയൊരു ആരംഭമായിരുന്നു, വളരെ ചെറിയൊരു ആരംഭം. ഈ കാണുന്ന ഒരു വർണ്ണശബളമായ അനുഭവങ്ങളും ഇല്ലാത്ത ഒരു തുടക്കം. നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ പണ്ടൊരു 5-6 വർഷം മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരുന്നു ഈ മീറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ തുടക്കം ഒരു വലിയ വിജയത്തിനു വേണ്ടിയിട്ടുള്ള ആരംഭമാണ് എന്ന് നമുക്ക് ആത്മലോകത്ത് നിന്ന് ലഭിച്ച സന്ദേശങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചെറിയ തുടക്കം ഇന്ന് ആരംഭിച്ചോ കേട്ടോ. ഒരു ചെറിയ പ്രാർത്ഥന ആരും വിലവെക്കുകയില്ല, പക്ഷേ എൻ്റെ തമ്പുരാൻ വിലവെക്കും കേട്ടോ. നിങ്ങളുടെ ചെറിയ പ്രാർത്ഥന മനുഷ്യരാരും വിലവെക്കത്തില്ല, പക്ഷെ തമ്പുരാൻ വിലവെക്കും. നിങ്ങളുടെ ചെറിയൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആരും വിലവെക്കത്തില്ല, അത് ചെറുതല്ലേ, പക്ഷെ ദൈവം വിലവെക്കും കേട്ടോ. നിങ്ങളുടെ ചെറിയ ഒരു കൈത്താങ്ങ് മനുഷ്യരൊരു പക്ഷെ വിലവെക്കത്തില്ല, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും, പക്ഷെ തമ്പുരാൻ വിലവെക്കും കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ദൈവം വിലവെക്കും. വളരെ വെള്ളിക്കാശിട്ട സ്ത്രീയെ നോട്ടിടുന്നവനോടുകൂടെ അതിനേക്കാൾ വലിയൊരു മാനമാണ് കർത്താവ് കൊടുത്തേ. അപ്പോൾ ചെറിയ തുടക്കങ്ങൾ, ഞാനിത് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്നൊരു കാര്യം ഇതാണ്. പലതും മടുത്ത് നിർത്തിയതുപോലത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കർത്താവ് ഇതിനെ തന്നെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത്. പലരും ചെയ്തു മടുത്തു, എഴുതി വെച്ചു പ്രാർത്ഥിച്ചു മടുത്തു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു മടുത്തു, ഉപവാസ പ്രാർത്ഥനകൾ വെച്ചു മടുത്തു, സ്വയം പ്രാർത്ഥിച്ചു മടുത്തു, ഉപവസിച്ചു മടുത്തു. അങ്ങനെ പല നിലയിൽ മടുപ്പിൻ്റെ കാറ്റ് വന്ന് തലക്കടിച്ച് ഇരിക്കുന്ന ചില പ്രിയപ്പെട്ട ദൈവം ഭയങ്കരമായി സ്നേഹിക്കുന്നവരുള്ളത് കൊണ്ടാണ് അവിടുന്ന് മുന്നോട്ട് പോകാതെ ഇത് തന്നെ പറഞ്ഞൊന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ തുടക്കം, അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പല തുടക്കങ്ങളും ഇപ്പം മുടക്കങ്ങളായി കിടക്കുന്നുണ്ടാകും. ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച, നിങ്ങൾ തുടങ്ങി വെച്ച, നിങ്ങൾ തീരുമാനമെടുത്ത് ആരംഭിച്ച പലതും നിങ്ങളാൽ തന്നെ മതി എന്ന് പറഞ്ഞ് അതിന് നിങ്ങൾ താഴിട്ടിട്ടുണ്ടാകും, പൂട്ടിയിട്ടുണ്ടാകും, നിർത്തിയിട്ടുണ്ടാകും. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ചില ചെറിയ തുടക്കങ്ങൾ വലിയ വിജയത്തിലേക്കുള്ള വഴികളാണ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഓരോ ഘട്ടങ്ങളും ഒരു ചെറിയ ഘട്ടത്തിൽ നിന്ന് ആരംഭിച്ച്, വീണ്ടും ഞാൻ ട്രെയിനിലേക്ക് തന്നെ വരാം,
ഒരു സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുക്കുന്ന ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ എടുത്താൽ ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കയറുവാണെങ്കിൽ ആദ്യം ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് മെല്ലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അട്ട ഇഴയുന്ന പോലെ പോകത്തുള്ളൂ. ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അതിൻ്റെ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിനെ ഓടിച്ചിട്ട് പിടിച്ചാൽ കിട്ടാത്ത പോലെ സ്പീഡിൽ പോകുന്നതാണ്. ഓടിച്ചിട്ട് അതിനിപ്പോൾ വന്ദേ ഭാരത് ആണെങ്കിലും ശരി തന്നെ. വന്ദേ ഭാരത് 93 പെർ അവർ കിലോമീറ്ററിൽ പോവുകയാണെങ്കിലും 105 പെർ അവർ കിലോമീറ്ററിൽ പോവുകയാണെങ്കിലും അതേ കയറിക്കഴിഞ്ഞാൽ മെല്ലെ ആ സ്ഥലം ഒന്ന് ആദ്യ ഘട്ടം കടക്കുന്നവരെ മെല്ലെ പോണതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജെറ്റ് പോലെ ഈ സാധനം പോകുന്നത്. കാര്യം എന്താ? ഒരു ചെറിയ തുടക്കം എപ്പോഴും അതിനകത്ത് ഒരു മന്ദഗതി ഉണ്ടാവും. ചെറിയ ആരംഭം ഉടനെ വലിയ വിജയങ്ങളൊന്നും കാണിക്കത്തില്ല, ഉടനെ ഭയങ്കര വേഗതയൊന്നും കാണിക്കത്തില്ല. ചിലരിങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് പെട്ടെന്ന് തുറന്നു തരുമോ? പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ തുറക്കുകയൊക്കെ ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും തുറക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, വന്ദേ ഭാരതിൻ്റെ ഓർമ്മയിരിക്കുന്ന നല്ലതാണ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ദാറ്റ്സ് ഗോഡ്സ് പർപ്പസ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി അതിൻ്റെ പൂർണ്ണത കാണാൻ ന്യായമായ ഒരു ദൈവിക സമയം അതിനകത്തെടുക്കും. നീ വലിയ സ്പീഡുള്ള ഉറച്ച ട്രാക്കിലൂടെ ഓടണമെങ്കിൽ നീ ആദ്യ സ്റ്റേഷനിൽ ഇട്ടേക്കുന്ന ആ ട്രാക്കിലൂടെ നീ മെല്ലെ കയറിയാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവിക സഞ്ചാര പാതയിലേക്ക് നമ്മളെ ദൈവം കടത്തുന്നതിൻ്റെ പിന്നിൽ, ഇനി ഞാൻ എൻ്റെ മെയിൻ മെസ്സേജിലേക്ക് ഞാൻ വരികയാണ്. ഒരു ദൈവിക സഞ്ചാര പാതയിലേക്ക് നമ്മളെ കർത്താവ് കടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു 3 ഘട്ടങ്ങളായി നമുക്കതിനെ തിരിച്ചാൽ, നമുക്കൊന്ന് മനസ്സിലാക്കാൻ കണക്കിന് അതിനെ തിരിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതലെടുക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കും പുതിയ നിയമത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പുതിയ നിയമ സഭക്കാർക്ക് അല്ലെങ്കിൽ പുതിയ നിയമ മക്കൾക്ക് പഠിക്കാനുള്ളൂ എന്ന്. അല്ല, പഴയ നിയമത്തിൽ നിന്നേ പഠിക്കാനുണ്ട്. അത് ഉൽപ്പത്തി മുതലേ പഠിക്കാനുണ്ട്. ഞാൻ ഇങ്ങനെയും കൂടെ പറയാം, ഉൽപ്പത്തി പഠിക്കാതെ പിന്നെ നമുക്കൊരു വെളിപ്പാടില്ല. ഒന്നാമത്തെ ഘട്ടം ആരംഭഘട്ടം. പലരും ആരംഭഘട്ടമൊക്കെ താണ്ടേണ്ട ടൈമായിട്ടും ഇപ്പോഴും ആരംഭഘട്ടത്തിൽ നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, പലയിടത്തും നമ്മൾ പലതിനും ദൈവത്തിന് കൈ കൊടുത്തിട്ട് നമ്മൾ കൈ വലിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആകേണ്ട പലരും ഇതിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ നിൽക്കുന്നത് എപ്പോഴും ഒരു ആത്മലോകത്താണ്. നിങ്ങളൊരു യുദ്ധത്തിനകത്താണ്. ആ യുദ്ധത്തിനകത്ത് നമുക്ക് ക്ഷീണം വന്നാൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. ലേസിനെസ് നമ്മളെ കീഴ്പ്പെടുത്തും. മടുപ്പ് നമ്മുടെ തലമേൽ കൊണ്ട് ബോംബിടും. അതുകൊണ്ട് എപ്പോഴും കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു മേഖല, അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനി ചെയ്ത് നമ്മൾ ലേൺ ചെയ്യേണ്ട ഒരു മേഖലയാണ് ആത്മീയ ജീവിതം, ആത്മീയ മേഖല. അബ്രഹാമിനെ ആദ്യം ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് കടക്കുകയാണ്. അബ്രഹാമിനെ ആത്മീയ സഞ്ചാര പാതയിലേക്ക് സ്വർഗം ഇൻവൈറ്റ് ചെയ്തൊരു ഇൻവിറ്റേഷൻ കോൾ ലഭിച്ചു. അപ്പം എനിക്കും നിങ്ങൾക്കും എല്ലാം ഇങ്ങനൊരു കോളിംഗ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ദീപു കൃഷ്ണ എന്ന എനിക്കൊരു ഇൻവിറ്റേഷൻ കോൾ ലഭിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കൊരു കോൾ ലെറ്റർ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ആ വിളിക്ക് ഞാൻ എപ്പോഴോ ഞാൻ അരുളി ചെയ്താലും കർത്താവേ അടിയനിതാ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഈ ഒരു ലെവലിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എത്രയോ കാര്യങ്ങൾ ഞാൻ അനുസരിക്കാൻ കിടക്കുന്നു. എല്ലാം തികഞ്ഞവനായിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ. നിങ്ങളുടെ ബോധ്യം കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടായിരിക്കണേ കമൻറ്റ് ചെയ്യല്ലേ. പക്ഷെ ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലെന്ന് ബോധ്യമുള്ളവർ ഭയത്തോടെ ഭക്തിയോടൊന്ന് കമൻറ്റ് ചെയ്തേ, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. അപ്പം നോക്കിയേ, ഒരാരംഭഘട്ടം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അബ്രഹാമിനെ നമുക്ക് ബഹുസമ്പന്നനായിട്ട് കാണാം, ദൈവത്തിൻ്റെ ചങ്ങാതിയായിട്ട് കാണാം, ഭയങ്കര വിശ്വാസത്തിൻ്റെ വീരനായിട്ട് കാണാം, വിഗ്രഹങ്ങളെ തച്ചുടച്ച ഭയങ്കര ഒരു യോദ്ധാവായിട്ട് ധൈര്യശാലിയായി കാണാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ ആ മനുഷ്യന് സാധിച്ചു? എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ,
ഒരു മരിച്ചവനെ ഉയർപ്പിക്കുക, പോട്ടെ ഒരു രോഗിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ ഒരു രോഗിയെ ഒരു വ്യക്തിയോട് പ്രാർത്ഥിച്ചൊരു ദൂത് പറയാൻ, അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു വചനമെങ്കിലും കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ, ഇവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇത്രയും സമയങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, അത് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നമ്മളെ വിധിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മെ ഒരുക്കേണ്ട ഒരു സംഗതി അതിൻ്റെ മധ്യത്തിൽ കിടക്കുന്നു എന്ന് മനസ്സിലാക്കുക. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ അതിൻ്റെ ആരംഭഘട്ടമെന്ന് പറയുന്നത് കോളിംഗ് ആയിരുന്നു, വിളി. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണേ, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരവസരം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നു. ഈ 12-ാമത്തെ അധ്യായത്തിന് ശേഷമാണ് പിന്നെ അബ്രഹാമിൽ കാണുന്ന വൻ വിപ്ലവകരമാകുന്ന വിശ്വാസവും മാറ്റവും ഒക്കെ നമ്മൾ കാണുന്നേ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ശേഷം 12-ാമത്തെ അധ്യായം വരെ ഉണ്ടായിരുന്ന അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കാളും ഭയങ്കര ഒരു റിവല്യൂഷനായിരുന്നു ശരിക്കും ഈ 12-ാമത്തെ അധ്യായത്തിന് ശേഷം. ഒന്നുകൂടെ പറയാം, 12-ാമത്തെ അധ്യായത്തിനു മുമ്പുണ്ടായിരുന്ന അബ്രഹാമിൻ്റെ വിശ്വാസവും സ്നേഹവും സമർപ്പണത്തെക്കാളും ഒരു വിശ്വാസത്തിലൊരു റെവല്യൂഷൻ ആയിരുന്നു 12-ാമത്തെ അധ്യായത്തിന് ശേഷം. കാരണം ദൈവിക ഇടപെടലുണ്ടാകുന്ന, വാഗ്ദത്തങ്ങൾ നൽകുന്ന, ബ്ലെസ്സിങ്സ് അനുഭവിക്കുന്ന ഒരു ടൈമിലേക്കാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ നോക്കൂ, താൻ എന്തൊക്കെ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞാലും, ഞാൻ വയസ്സനാണ്, ഞാൻ വാർദ്ധക്യം ചെന്നവനാണ് എന്ന് പറഞ്ഞാലും, ദൈവശബ്ദം അദ്ദേഹത്തിന് കേൾക്കത്തക്ക നിലയിലുള്ള ഒരു ദൈവിക പ്രൊവിഷൻ ആ മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മഹാ ബ്ലെസ്സിങ് ആണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് കൃപാവരങ്ങളുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നോ എന്നല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വസ്തനാണോ എന്നല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചർച്ചിൽ പോകുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. എൻ്റെ ചിന്ത ഇവിടെയാണ്, ഈ 12-ാമത്തെ അധ്യായത്തിന് ശേഷമുള്ള അബ്രഹാമിനെ ദൈവം സ്നേഹിച്ചാൽ അതിന് ദൈവത്തിന് സ്നേഹിക്കാൻ കാരണമുണ്ട്. അത് ആ മനുഷ്യൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ആ മനുഷ്യൻ ഇന്ന ക്വാളിറ്റി ഉണ്ട്, അങ്ങനത്തെ സ്വഭാവമുണ്ട്, ഇങ്ങനെ സ്വഭാവമുണ്ട് നമുക്ക് പറയാം. പക്ഷേ ഈ 12-ാമത്തെ അധ്യായം വരെ നമുക്ക് ഇത്രയും വലിയൊരു നിലവാരത്തിലേക്ക് അബ്രഹാമിനെ കൊണ്ടുപോകാനുള്ള ഒന്നും അബ്രഹാമിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറയുമ്പോൾ, അപ്പം ശബ്ദമാകട്ടെ, ശബ്ദം കേൾക്കത്തക്ക നിലയിലുള്ള ഒന്നും അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് തടയാൻ കഴിവുണ്ടായിരുന്നില്ല. ഞാൻ എവിടെ കൊണ്ടാണ് നിർത്തിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അബ്രഹാം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ അനുഭവത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനൊക്കെ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന ഒരു തൊഴിൽ, ഒരു കുലത്തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരാണ്. അപ്പം അബ്രഹാം അതൊക്കെ തച്ചുടച്ച ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചവനാണ്. അപ്പം എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ അവിടെ കൊണ്ടൊക്കെ നിർത്തുക ആ ഭാഗം. ഒത്തിരി പോയാൽ എനിക്ക് മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാനൊക്കത്തില്ല. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഇപ്പം ഞാനോ നിങ്ങളോ വളർന്നു വന്ന ഒരു പാരമ്പര്യത്തിന്, ഞാനോ നിങ്ങളോ ആരാധിച്ചു വന്ന ഒരു പഴമയുടെ അനുഭവത്തിന്, നമ്മളൊക്കെ നിന്ന ഒരു പഴയകാല ജീവിതത്തിന്, നമ്മളൊക്കെ ആയിരുന്ന ഒരു പഴയകാല അനുഭവങ്ങൾക്ക് ആ അവകാശം, ഈ അവകാശം, അങ്ങനത്തെ സ്പിരിറ്റ്, ഇങ്ങനത്തെ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്ന പലതിനും ദൈവശബ്ദത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള ത്രാണിയില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആ സ്പിരിറ്റിൻ്റെ അറ്റാക്ക് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ, ഈ സ്പിരിറ്റിൻ്റെ അറ്റാക്ക് കൊണ്ടാണ് ഇങ്ങനെ. ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ മധ്യത്തിലും ഒരു ദൈവശബ്ദം കേൾക്കാനുള്ള പ്രൊവിഷൻ അബ്രഹാമിന് ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു കൊടുത്തു എങ്കിൽ, ആ ശബ്ദം അബ്രഹാം കേട്ടു എങ്കിൽ, ആ ശബ്ദം യഹോവ അബ്രഹാമിനോട് 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 12 verse 1, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അവിടെ തന്നെ ഒരു വഴി തുറന്ന സംസാരമാകൊണ്ട് അങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ അബ്രഹാമിനൊരു പ്രൊവിഷൻ കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യത്തിനോ
പഴമയ്ക്കോ ട്രഡീഷനോ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ ദൈവ ശബ്ദത്തെ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് എനിക്കേറെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന പലതും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ മണ്ണിലോ, നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ലൈഫിലോ, നിങ്ങളുടെ വാഗ്ദത്തത്തിലോ ഇതൊക്കെ കൈ കുറുകെ നീട്ടുന്നുണ്ടാകാം. എന്നാൽ അതിനകത്ത് എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന, ആത്മമണ്ഡലത്തിലെ ട്രാക്കുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന, ദൈവാഭിഷേകം ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന ചില മക്കളോടാണ്. ഇത്രയും ഫൈറ്റിനിടയിലും ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് എത്താനുള്ള സഞ്ചാരപാതയെ ആർക്കും മ്യൂട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിയുന്നവർ ആത്മാവിൽ ഇന്നൊന്ന് കൈകൾ അടിച്ചോ, വായി തുറന്നോ, കൈകൾ ഉയർത്തിയോ, ആത്മാവിലൊന്ന് ആരാധിച്ചോ, ഇന്നത് ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. The voice of God, ദൈവത്തിൻ്റെ ശബ്ദം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കാര്യം എന്താ? നിന്റെ ദേശത്തിലെ ജനവും നിന്റെ ചാർച്ചക്കാരും നിന്റെ പിതൃഭവനവും അബ്രഹാമേ നിന്റെ വിളിക്ക് യോഗ്യരായിരിക്കത്തില്ല. നിന്റെ വിളിയിൽ ചെന്നെത്താൻ അവർ നിന്നെ അനുവദിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും നമുക്ക് അനുകൂലമല്ല, എല്ലാവരും നമ്മുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരല്ല, എല്ലാവരും പോകട്ടെ, വളരട്ടെ, പൊങ്ങട്ടെ, ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പറയുന്നവരല്ല. എങ്ങോട്ടാണോ ഇങ്ങനെ വളർന്നു പൊക്കോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഇടയിലും ഒക്കെ ഉണ്ടാവും. എല്ലാവരും മിഖായേൽ ദൂതനല്ല, എല്ലാവരും ഗബ്രിയേൽ ദൂതനല്ല. രണ്ട് ചിറകൊക്കെ കാണും, പക്ഷെ ദൂതനല്ല. മിഖായേൽ ദൂതനും അല്ല, ഗബ്രിയേൽ ദൂതനും അല്ല. ദൂതനായിരിക്കും, പക്ഷെ മിഖായേൽ ദൂതനും അല്ല, ഗബ്രിയേൽ ദൂതനും അല്ല. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ നിന്റെ പിതൃദേശം, നിന്റെ ദേശം, നിന്റെ ചാർച്ചക്കാർ, പിതൃഭവനം, ഇവരെ വിട്ട് പുറപ്പെട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായി. ഞാൻ ഈ വേർഡ് യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുന്നു. ഞാൻ ഈ വേർഡ് നിങ്ങളിലേക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്ന എത്ര വ്യക്തികളുണ്ട്? സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലരെയും ചിലതിനെയൊക്കെ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. ഇതിനെ ഒരു ശാപമായി കാണരുത്. ഇതിനെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന കാറ്റഗറിക്കകത്ത് പെടുത്തരുത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ ചിലപ്പോൾ വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടാകും. ചിലതിൻ്റെ ഒന്നും ഇടയിൽ നിർത്തി ദൈവത്തിന് എന്നെ വലുതാക്കാൻ പറ്റുമായിരിക്കും. ചിലരുടെയൊക്കെ കൂടെ നിർത്തി ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ പറ്റുമായിരിക്കും. ചിലതിൻ്റെയൊക്കെ കൂടെ നിർത്തി ദൈവത്തിന് എന്നെ മാനിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ വേർഡ് വ്യത്യാസമുണ്ട്. ഞാൻ നിന്നെ ജാതിയാക്കുമെന്നല്ല, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കുമെന്നാണ്. നീ ഒരു അനുഗ്രഹമാകുമെന്നാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന വാക്കിനെ പിന്നെ കർത്താവ് മാറ്റി മോഡിഫൈ ചെയ്ത് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ തന്നെ ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റുകയാണ്. സഹോദര, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ചിലരുടെയൊക്കെ കൂടെ നിന്നാൽ ഒരുപക്ഷെ ഞാൻ ജീവിച്ചു പോവുമായിരിക്കും. കഞ്ഞിക്ക് അരിയില്ലാത്ത അവസ്ഥ വരാതെ അങ്ങ് ജീവിക്കും. സന്തോഷമായിരിക്കും, സന്തോഷമായിട്ടിരിക്കും, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അബ്രഹാമിനോട് വെച്ചാൽ അങ്ങനല്ല പറയുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ളതല്ല. ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും ഇന്നലത്തെ ഒക്കെ മെസ്സേജ് കൂടെ ഞാൻ പറഞ്ഞ കാര്യം, ദൈവം നമ്മളെ
എങ്ങനെയെങ്കിലും കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ അനുഗ്രഹിക്കുകയോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കുന്നവനെ അനുഗ്രഹിക്കുകയോ, എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ അനുഗ്രഹിക്കുകയോ, അങ്ങനെയൊന്നുമല്ല. കർത്താവ് ഒരു വ്യക്തിയെ ബ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും. മോസസ് അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ 40 വർഷത്തെ ട്രെയിനിങ്ങും അച്ചടക്കമുള്ളൊരു ജീവിതവും കൊണ്ടുവന്നതിന് ശേഷം മോസസ് അനുഗ്രഹിക്കപ്പെട്ടതും മോസസിനൊരു ലീഡറാക്കിയതും, മോശ ഒരു ലീഡറാക്കിയത്. അപ്പോൾ എങ്ങനെയെങ്കിലും കുത്തഴിഞ്ഞൊരു ജീവിതം, വല്ല രീതിയിലും കണ്ണിപ്പൊടിയിട്ടുള്ള ഒരു ലൈഫ്, ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ മിലിറ്ററിക്കകത്ത് കയറിയത് മിലിറ്ററി കയറിയതുപോലെ ഇരിക്കും, സേനയിൽ ചേർന്നതുപോലെ ഇരിക്കുമെന്ന്. കാര്യം എന്താ? അവിടെ അങ്ങനെയാണ്. അവിടെ നമുക്ക് സൂര്യൻ നമ്മുടെ മേത്ത് വന്ന് കയറുന്നത് വരെ കിടക്കാൻ പറ്റത്തില്ല. അവിടെ വ്യക്തമായിട്ടുള്ള ടൈമുണ്ട്, അവിടെ ഗ്രൗണ്ട് ടൈമുണ്ട്, അവിടെ എക്സസൈസ് ടൈമുണ്ട്. ഏറിയ ടൈം എക്സസൈസ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട് മിലിറ്ററിയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കും, നമ്മളൊരു ആർമിയിൽ ചേർന്നതുപോലെ ഇരിക്കും ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ലൈഫ്, പിന്നെ നമ്മൾ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചാൽ പോലും നമ്മുടെ ജീവിതം പട്ടാളച്ചിട്ടേ ആയിരിക്കും. കാര്യം എന്താ? അത് അവിടുത്തെ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അതുപോലാണ് കർത്താവിൻ്റെ കാര്യവും. നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് അനുഗ്രഹിക്കുക, വല്ല വിധേനയെ ഒന്ന് തല ഉയർത്തിപ്പിടിക്കാനുള്ള ലെവലാക്കുക, അല്ലല്ല. ദൈവത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ദൈവിക സിസ്റ്റം. ആ സിസ്റ്റമാണ് നമ്മൾ ബൈബിളിൽ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള അങ്ങനത്തെ ഈ പറയുന്നത്. നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അബ്രഹാം അല്ല നമ്മളെ അനുഗ്രഹിച്ചത്, സാക്ഷാൽ ദൈവമാണ്. നമുക്ക് അബ്രഹാമിലൂടെ ഉള്ള അനുഗ്രഹ സന്തതി പരമ്പരയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അങ്ങനെയുള്ളൊരു അനുഗ്രഹമാണ് നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ആ അനുഗ്രഹമോ ക്രിസ്തു തന്നെ എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്ത ഒരു രാജകീയ പുരോഹിത വർഗമായിരിക്കെ രാജാവിന് സഞ്ചരിക്കാൻ വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. മന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു വാഹന വ്യൂഹം കൂടെ പോകുന്നത് പോലെ അല്ല. മന്ത്രി 10 നമ്പറിൽ കുത്തി എല്ലാവരും റെഡിയാണോ, ചായ കുടിച്ചോണ്ടിരിക്കണം, പെട്ടെന്ന് വായോ, ഞാൻ ഇത് ഇറങ്ങാൻ പോണു, ഒന്നും പറയണ്ട. മന്ത്രി ഇറങ്ങുന്നു ഇൻഫർമേഷൻ കിട്ടുമ്പം അവിടെ വണ്ടി റെഡിയായി. മുന്നേ പോകേണ്ടത് മുന്നിലിറങ്ങും, രണ്ടാമതിരിക്കേണ്ട രണ്ടാമത്, മൂന്നാമത് മന്ത്രിയുടെ വാഹനം, നാലാമത്, അങ്ങനെ ആംബുലൻസ് സഹിതം പുറകെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതൊരു പ്രോട്ടോകോളാണ്. ഹല്ലേലൂയ. അപ്പം അതുപോലൊരു പ്രോട്ടോകോൾ ഒരു ക്രിസ്ത്യൻ ലൈഫിലും ഉണ്ടാകണം. നമുക്ക് അവരെ ഇവരെ ഒന്നും കുറ്റം പറയേണ്ട, നമുക്ക് അവരെ ഇവരെ ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട, നമുക്ക് അവരുടെ ഇവരുടെ ഒന്നും കുറവൊന്നും നമുക്ക് പറയേണ്ട. നമ്മൾ പ്രോട്ടോക്കോളിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, നമ്മൾ കറക്റ്റാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവനെ ഇവനെയൊക്കെ ചൂണ്ടാൻ ദൈവമുണ്ട്. നമ്മളിവിടെ നോക്കിയാൽ മതി. നമ്മളെ വിളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നിയമം വയലേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെ നോക്കിയാൽ മതി. കാരണം നമുക്ക് അതിനുള്ള സമയമുള്ളൂ. നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ. നമുക്ക് രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരെയും കറക്റ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഇവിടെ പറയും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും എന്ന് കർത്താവ് പറഞ്ഞു. നീ ഒരു അനുഗ്രഹമായിരിക്കും. എൻ്റെ ആഗ്രഹം അതാണ്, ഞാനൊരനുഗ്രഹമായിരിക്കണം. ഒന്ന് വാഗോണ്ട് പറയാം, ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഞാനൊരനുഗ്രഹമായിരിക്കും. മോനെ, നിങ്ങളൊരനുഗ്രഹമായിരുന്നാൽ നിങ്ങൾ ചെന്ന് കയറുന്നിടത്തൊരനുഗ്രഹം ഉണ്ടാവും, നിങ്ങൾ ഇരിക്കുന്നിടത്തൊരനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ആദ്യത്തെ ഒരു വിളി എന്നതാണ് ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയൻ്റെ സഞ്ചാര പാതയിലേക്ക് കയറുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ആ വിളി നിങ്ങൾ അനുസരിച്ചവരാണെങ്കിൽ, അങ്ങനൊരു വിളി നിങ്ങൾ തിരിച്ചറിഞ്ഞവരാണെങ്കിൽ, അങ്ങനൊരു വിളി നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ, അങ്ങനൊരു വിളിയാണ് പാസ്റ്ററെ, അങ്ങനൊരു വിളിയാണ് ബ്രദറെ എന്നെ ഇപ്പോൾ ഈ ലെവൽ വരെ കൊണ്ടെത്തിച്ചെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ആ കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. 2, നമ്മെ കർത്താവ് വിളിച്ചത് എവിടെ നിന്നാണെന്ന്, 2 എന്നല്ല, ഈ 1-ാമത്തേൻ്റെ തന്നെ അടുത്തൊരു സെൻറ്റൻസ് ആയിട്ട് പറയാമെങ്കിൽ, അങ്ങനൊരു വിളി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ഇരുളിൽ നിന്നും ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ളൊരു ലൈഫ്. വാവ്. നിങ്ങളിലൊരു ദൈവിക വിളി വരുമ്പോൾ ആ വിളിയുടെ ആദ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആള് മാറിയവനാക്കുക എന്നതാണ്. എങ്ങനെ? പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നും, ശാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും, ബന്ധനത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും
ദൈവിക വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രവേശനം. ഞാൻ ഇങ്ങനെ പറയാം, ആര് ഈ വിളിക്ക് ആമേൻ പറയുന്നു ആ സെക്കൻഡ് മുതൽ അവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവനെ ദൈവം വിളിക്കുന്ന വിളിക്കകത്ത് നിന്ന്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, കാന്തം ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ പാപത്തിൻ്റെ തടവറയ്ക്കകത്ത് നിന്ന് അവൻ പൊളിച്ചു പുറത്തു വരും. പാപത്തിന്റെ ഇരുട്ടിൽ നിന്നും മരണകരമാകുന്ന സകലത്തിൽ നിന്നും ദൈവത്തിന്റെ വിളി അവനെ പുറത്തു കൊണ്ടുവരും. ഒരു ദൈവ ശബ്ദം അബ്രഹാമിന്റെ കാതുകളിൽ എത്തിയത് തൻ്റെ പാരമ്പര്യത്തിന്റെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നതുപോലെ, പിന്നെ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഒരു ബഹുജാതിയുടെ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ബഹുസമ്പന്നൻ എന്നൊക്കെ നമ്മൾ അബ്രഹാമിനെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ ഒരു വിളിയാണ് അബ്രഹാമിനെ ഇത്രയും പൊസിഷനിലേക്ക് എത്തിച്ചതുപോലെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾക്കുണ്ടായിരുന്ന ചില പൊസിഷൻ, നിങ്ങൾക്കുണ്ടായിരുന്ന ചില സ്ഥാനങ്ങൾ, നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആത്മീയ നന്മകൾ നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തിനകത്താണെങ്കിൽ, വിട്ടേച്ചു വന്ന പല ഇരുട്ടിനകത്തേക്കും പിന്നീട് കയറിപ്പോകേണ്ട ചില സാഹചര്യങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയെങ്കിൽ, ഒരു രണ്ടാമത്തെ വിളി നിന്നെ തേടി ഈ സന്ദേശത്തിലൂടെ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ കിടക്കുന്ന മരണ കയറുകളിൽ നിന്നുള്ളൊരു വിളി, കിടക്കുന്ന പാപത്തിന്റെ ഇരുട്ടിൽ നിന്നുള്ളൊരു വിളി, കിടക്കുന്ന സകല ബന്ധനത്തിൽ നിന്നും മാന്ത്രിക കെട്ടിൽ നിന്നുള്ളൊരു വിളി സ്വർഗം നിങ്ങളുടെ കൂടാരത്തിലേക്ക് ഇന്ന് അയക്കുന്നു. അത് വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ മേൽ വീഴട്ടെ. ഓ ആമേൻ, ഹല്ലേലൂയ. ആ വിളി കേട്ട അബ്രഹാമാണ് ഇരുട്ടിനകത്തുനിന്ന് വെളിച്ചം കണ്ട, അല്ലെങ്കിൽ നോഹയുടെ പെട്ടകത്തിനകത്ത് പ്രളയ സമയത്ത് കയറിയിട്ട് വെള്ളം താഴ്ന്നപ്പോൾ നോഹ ഒരു കിളിവാതിൽ തുറന്നൊരു പ്രാവിനെ ഇറക്കി വിട്ടു. ആ പ്രാവ് ഇരുട്ടിനകത്തുനിന്നൊരു വെളിച്ചം തുറന്നിട്ട അനുഭവം കണ്ടപ്പോൾ ആ പ്രാവ് സന്തോഷത്തോടുകൂടെ ചെന്നൊരു ഒലിവിൻ്റെ ഇല കൊത്തിക്കൊണ്ട് വന്നതുപോലെ, അടഞ്ഞു കിടന്നൊരു അനുഭവത്തിൽ നിന്ന് തുറന്നു വിട്ടൊരു പ്രാവിനെ പോലെ, അടഞ്ഞു കിടന്നൊരു കൂടിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു പ്രാവിനെ പോലെ, അല്ലെങ്കിൽ ഒരു കിളിയെ പോലെ, ഒരു വിളിക്കാമേൻ പറഞ്ഞാൽ, ദൈവശബ്ദത്തിന് ആമേൻ പറഞ്ഞാൽ, ദൈവിക സന്ദേശങ്ങൾക്ക് അരുളപ്പാടുകൾക്ക് ആമേൻ പറഞ്ഞാൽ, സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ എന്ന് പറയേണ്ട, കൂട് താനെ തുറക്കും, വാതിൽ താനെ തുറക്കും, പെട്ടകം താനെ തുറക്കും, ഇരുള് താനെ മാറും, വെളിച്ചത്തിലേക്ക് ദൈവം നിന്നെ എടുത്തിടും. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയാണ് അബ്രഹാം ഊരിൽ നിന്ന് ദൈവം വിളിച്ചപ്പോൾ യാത്ര തുടങ്ങി കാണാനിരുന്ന ദേശത്തേക്ക് കൊണ്ടുപോയത്. അവിടെ സംഭവിച്ചതാണ് ആത്മാവിൻ്റെ ഒരു പുനർജനനവും ദൈവത്തോടുള്ള താല്പര്യവും ദൈവവചനങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും എല്ലാം. അന്നേരം നിങ്ങൾ ഒരു സത്യം നിങ്ങൾ അറിയണം. എന്താണെന്നറിയാവോ? ഈ വിളിയിലേക്ക് നമ്മൾ ആദ്യം സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരാത്മീയ ജനനവും ഒരാത്മീയ താല്പര്യവും ദൈവവചനം പഠിക്കുന്നതിന് താല്പര്യവും, ഇതുപോലെ ഇപ്പം നിങ്ങൾ ഈ ദൈവവചനം കേൾക്കാനുള്ള നിങ്ങളുടെ ഭയങ്കരമാകുന്ന ഒരു തീവ്രമാകുന്ന ആഗ്രഹവും എല്ലാം നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെ അബ്രഹാം നേരിട്ട മറ്റൊന്നാണ് ശത്രുത എന്നത്. ദൈവവിളിയുള്ള എല്ലാവർക്കും പുറകെ വരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ വിളിക്കാതെ വരുന്നൊരു സാധനമാണ് ശത്രുത എന്നത്. അബ്രഹാം അതിനെയൊക്കെ ദൈവത്തിലൂടെയാണ് നേരിട്ടത്. ക്ഷമയിലൂടെ നേരിട്ട സന്ദർഭമുണ്ട്, പ്രാർത്ഥനയിലൂടെ നേരിട്ട സന്ദർഭമുണ്ട്. അങ്ങനെ പല നിലകളിൽ അബ്രഹാം ശത്രുതയെ നേരിട്ടു. തൻ്റെ സ്വന്തം സഹോദരൻ പോലും തനിക്കെതിരായി തിരിഞ്ഞ ഘട്ടത്തിൽ പോലും ദൈവത്തോടുള്ള സഖിത്വം താൻ വിട്ടുകളഞ്ഞില്ല. എനിക്കുള്ള ഭൗതിക നന്മ നഷ്ടപ്പെട്ടാലും സഹോദരൻ നീ പോയി അനുഗ്രഹിക്കപ്പെട്, എനിക്ക് ദൈവം എന്ന നന്മ മതി, നമുക്കിടയിൽ സമാധാനം മതി എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ ആരോടോ പറയുകയാണ്, ദൈവത്തോടടുത്തതിന് ശേഷം സ്വന്തം സഹോദരങ്ങൾ പോലും തള്ളിക്കളഞ്ഞവരായി ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ വാക്കേ മാറിയുള്ളൂ, ദൈവം പറഞ്ഞ വാക്ക് മാറിയിട്ടില്ല. അവർ നിങ്ങളെ വിളിക്കുന്നതേ നിർത്തിയിട്ടുള്ളൂ, പക്ഷെ ദൈവത്തിൻ്റെ വിളിയിൽ മാറ്റമില്ല. ഇത് ഉറപ്പിച്ചോ, ഇത് ദൈവം നിങ്ങളോട് അറിയിക്കുന്ന ഒരു അരുളപ്പാടാണ്. രണ്ടാമത്തെ ഘട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഘട്ടം എന്നത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണമാണ്. ആ ദൈവത്തിൻ്റെ ഒരു ആത്മീയ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ആത്മമനുഷ്യന് ആത്മമണ്ഡലത്തിൽ കൂടെ സഞ്ചരിക്കണമെങ്കിൽ, അവൻ്റെ ആത്മാവിൻ്റെ സഞ്ചാരപാതയിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ തുടരണമെങ്കിൽ
അവൻ ശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണം. അതാണ് ഞാൻ വചനം എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കറിയാനായിട്ട് പറ്റും. മരുഭൂമിയിൽ മോശയ്ക്ക് 40 വർഷത്തെ പഠന പരമ്പരയാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്. എത്ര നമ്മൾ ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ ഒക്കെ മോശ ഇവിടെ അങ്ങോട്ട് മോശ വിട്ടുപോകും. അയ്യോ, ഈ പരീക്ഷ കൊണ്ട് മോശ ഇട്ടേച്ചു പോകും. അയ്യോ, കണ്ടില്ലേ, മോശ ദൈവത്തോട് പരിഭവം പറയുന്നു, ഇനിയിപ്പോൾ അടുത്ത ഘട്ടം മോശ ഏറ്റെടുക്കും തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ വായനക്കാർക്ക് തോന്നുമെങ്കിലും അതിനകത്തൊക്കെ ദൈവം നിർത്തി പഠിപ്പിച്ച് തന്നിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്ത ദൈവിക ടാസ്കുകൾ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തെ കൊണ്ട് ചെയ്ത പ്രോജക്റ്റ് വർക്ക് എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരന് നടക്കുന്ന കാര്യമല്ല. മോശ നടന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയല്ല, മോശ നടന്നത് ദൈവശബ്ദം കേട്ടാണ്. ഞാനൊരു ദൂത് പറയട്ടെ, ഞാൻ ദൈവാത്മാവിൽ ചിലരോട് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ എവിടെ ചെന്ന് നിൽക്കും ഇങ്ങനെ പോയാൽ, എവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെ പോയാൽ എവിടം കൊണ്ട് തീരുമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കും. മുമ്പോട്ട് പോകാൻ ഒരു ഗൂഗിൾ മാപ്പ് പോലും നമ്മളെ സഹായിക്കാനില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മോശയിലേക്കും ആ ലക്ഷക്കണക്കിന് ജനത്തിലേക്കും നോക്കുക. അവർ സഞ്ചരിച്ചതും മുഴുവനും സ്വർഗത്തിൻ്റെ റൂട്ട് മാപ്പ് നോക്കിയായിരുന്നു എന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു മോശ ഉണ്ടായിരുന്നു എന്നതാണ്. ജനം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശ പറഞ്ഞിട്ടാണ്. ജനം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മോശ പറഞ്ഞിട്ടാണ്. ജനം അലക്കിയിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശ പറഞ്ഞതിന് ശേഷമാണ്. ജനം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മോശ പ്രാർത്ഥിച്ചു കൊടുത്തതിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വീടുകൾക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മോശയുണ്ടെങ്കിൽ, വീടുകൾക്കകത്ത് പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന മോശമാരുണ്ടെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന മോശമാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭൂമിയിലെ റൂട്ട് മാപ്പ് വേണ്ട, നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വേണ്ട, നിങ്ങൾക്ക് മുൻപോട്ട് എങ്ങനെ പോകണമെന്നുള്ളത് ദൈവ ശബ്ദങ്ങളിലൂടെ, അതേ ഒരാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരാത്മീയന്റെ സഞ്ചാരപാതയിൽ ദൈവം റൈറ്റ് ടൈമിലെ റൂട്ടുകൾ വെളിപ്പെടുത്തിയിരിക്കും. ഒരു ദൂതും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കഴിഞ്ഞ മാസമോ അതിന് മുന്നത്തെ മാസമാണെന്ന് തോന്നുന്നു, ഞാൻ ന്യൂസ് കേട്ട സമയത്ത് ഇങ്ങനെ കേട്ടു, ഗൂഗിൾ മാപ്പ് നോക്കി പോയി ഒരു 6-ൽ ചെന്നൊരു കുടുംബം ചാടി. 2 സഹോദരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഗൂഗിൾ മാപ്പ് നോക്കി രാത്രിയായിരുന്നു, മഴയും ഉണ്ടായിരുന്നു. അത് മുമ്പേ ഒഴുകുന്ന വലിയ ആറാണെന്ന് അവർ കണ്ടില്ല. നേരെ വണ്ടി ചെന്നിറങ്ങിയത് ആ 6-ലേക്കായി പോയി. അവർ മരണപ്പെട്ടു 2 പേരും. ഭൂമിയിലെ സിസ്റ്റം. എന്നാൽ ഇതുപോലെ തന്നെ ഇവർ ദൈവത്തിൻ്റെ ലൊക്കേഷൻ നോക്കി പോയി യോർദാന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വീണില്ല. ഇതുപോലെ ഓടിച്ചു ചെന്ന് ആറാണോ യോർദാനാണോ എന്ന് പോലും അറിയാണ്ട്, റോഡാണോ തോടാണോ എന്ന് അറിയാതെയാണ് ആ പാവപ്പെട്ട 2 വണ്ടി ഓടിച്ച് നേരെ ചെന്ന് അതിനകത്ത് മറിഞ്ഞു, മുങ്ങി അവിടെ ചത്തത്. പക്ഷെ യോർദാൻ എത്തിയ സമയത്ത് അയ്യോ ലൊക്കേഷൻ വഴിതെറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് നിന്നില്ല. ഉടനെ അടുത്ത സന്ദേശം ദൈവലോകത്ത് നിന്നെത്തി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇത് ആരോടുള്ള ദൂതാണെന്ന്. അകത്ത് ദൈവശബ്ദം റിസീവ് ചെയ്യാനുള്ള ഒരു റിസീവറും അവിടുന്ന് സംപ്രേഷണം ചെയ്യുന്ന ദൈവലോകവുമായിട്ടുള്ളൊരു ബന്ധവും ഒരു മനുഷ്യൻ ഉള്ളിടത്തോളം കാലം യോർദാന്റെ മുമ്പിൽ വരുമ്പം ഐ ആം സോറി, ലൊക്കേഷൻ ഇട്ടത് തെറ്റിപ്പോയി എന്നോ, അല്ലെങ്കിൽ ലൊക്കേഷൻ പണിമുടക്കിയെന്നോ, ലൊക്കേഷൻ ചതിച്ചു എന്നോ പറയേണ്ടി വരികയില്ല. കറക്റ്റ് ടൈമിൽ റിസീവർ റിസീവ് ചെയ്തിരിക്കും. വടിനീട്ട് യോർദാൻ 2ആയി പിരിയും. ഞാൻ ദൂത് പറയട്ടെ, ഇപ്പോൾ യോർദാന്റെ മുമ്പിൽ എന്നതുപോലെ നിൽക്കുന്ന നിങ്ങളോട്, ഇപ്പോൾ ഒരു ചെങ്കടലിൻ്റെ മധ്യത്തിൽ എന്നതുപോലെ നിൽക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ദൈവം ആ യോർദാൻ എത്തുന്നത് വരെ, ആ ചെങ്കടൽ എത്തുന്നത് വരെ, ഏലിശയുടെ കയ്യിലാണെങ്കിൽ ഉണ്ടായിരുന്ന ടൂള് ബ്ലാങ്കറ്റ് ആയിരുന്നു. ഏലിയാവിൻ്റെ കയ്യിൽ നിന്ന് വേണ്ട ബ്ലാങ്കറ്റ് ആയിരുന്നു. മോശയുടെ കയ്യിലുണ്ടായിരുന്ന ടൂള് വടിയായിരുന്നു. ഹല്ലേലൂയ. മോനെ, ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒന്നുകിൽ ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഒരു വടി. ഇത് 2ഉം അധികാരത്തിൻ്റെ ചിഹ്നത്തെ കാണിക്കുന്നതാണ്. തമ്പുരാൻ എന്നെ എവിടെയെങ്കിലും ഇറക്കി വിടുമ്പോൾ വെറുതെ ഇറക്കി വിടത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു അതോറിറ്റി തന്നായിരിക്കും ഇറക്കുന്നത്, ഒരു ദർശനം തന്നായിരിക്കും ഇറക്കുന്നത്. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ന വ്യക്തി ഈ സന്ദേശം വെറുതെ കേട്ടോണ്ടിരിക്കുക അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വടിയുടെ ചിഹ്നമോ ഒരു ബ്ലാങ്കറ്റിൻ്റെ ചിഹ്നം എന്തെങ്കിലും ഒന്ന് തമ്പുരാൻ ഇട്ടിട്ടുണ്ടാകും. വെറുതെ അല്ല മോശയെ
അവിടെ വരെ എത്തി. കയ്യിലൊരു വടിയുണ്ടായിരുന്നു. വെറുതെ അല്ല ഏലീശ മടങ്ങി യോർദാൻ്റെ അവിടെ എത്തിയപ്പോൾ കർത്താവ് വിട്ടത് ഏലിയാവിൽ നിന്ന് പകരം വീണ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. അതെടുത്താണ് യോർദാനിലടി. ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച് യോർദാനിലടിച്ചതും രണ്ടായി പിളർന്നു. ഇവിടെയും വടി നീട്ടി കടൽ പിളർന്നു. അതുപോലെ ഒരു യോർദാൻ്റെ മുന്നിൽ എന്ന വണ്ണം, ഒരു ചെങ്കടലിൻ്റെ മധ്യത്തിൽ എന്ന വണ്ണം നിങ്ങൾ നിൽക്കുമ്പോൾ വഴി തെളിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളിൽ ദൈവം വിളിച്ചപ്പോൾ നിങ്ങളുടെ മേൽ പകർന്ന ആയുധമെന്ത്, വെപ്പൺ എന്ത്, ടൂൾ എന്താണ് എന്ന് നിങ്ങൾ ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾ തിരിച്ചറിയുക. അത് പ്രാർത്ഥനയാണോ, അത് കണ്ണുനീരാണോ, അത് ആത്മഭാഷയാണോ, അത് അധികാരമാണോ, അത് വചനം ഉച്ചത്തിൽ വായിക്കാനുള്ള കൃപയാണോ, അത് വിശ്വാസം ഡിക്ലെയർ ചെയ്യാനുള്ളതാണോ? കമോൺ, അതെന്താണോ ദൈവം നിങ്ങളുടെ മേലിട്ടത് അത് റിന്യൂ ചെയ്തെടുക്കുക. യോർദാൻ എന്നത് നിങ്ങളെ ദൈവം കൊണ്ട് നിർത്തിയത് തന്നെ. മോശയ്ക്ക് വഴിതെറ്റി വന്നതല്ല, മോശ അനുസരണക്കേട് കാണിച്ച് വന്നെത്തിയതുമല്ല. ദൈവം വാഗ്ദത്ത ദേശത്തിലോട്ടൊക്കെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ യോർദാൻ, എനിക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നത്. നോ. സഭ മാറിപ്പോയി എന്നാ തോന്നുന്നത്. നോ. നിങ്ങൾ എതിലൂടെ വന്നാലും നിങ്ങൾ യോർദാൻ്റെ മുമ്പിലേ നിൽക്കുകയുള്ളൂ. നീ അവിടെ മുറിച്ച് കടക്കാനുണ്ട്. ആത്മമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ആത്മലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മുറിച്ച് കടന്നാണ് മുമ്പോട്ട് പോകാനുള്ളത്. ദൈവത്തിൻ്റെ വചനം നിങ്ങളും ഞാനും എന്ന വ്യക്തിയിൽ എങ്ങനെ കടന്നു? ദൈവത്തിൻ്റെ വചനം നിങ്ങളും ഞാനും എന്ന വ്യക്തിയിൽ എങ്ങനെ കടന്നു? അത് ചുമ്മാതെ ബ്രെഡിൽ ജാമ് തേക്കുന്ന പോലെ കടന്നു. നോ. ആരോ പറഞ്ഞു ബ്രെഡിൽ ബട്ടർ തേക്കുന്ന പോലെ. നോ, അല്ല. ദൈവത്തിൻ്റെ വചനം എങ്ങനെ കടന്നു? ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള, ആമേൻ, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനെക്കാളും മൂർച്ചയുള്ളതായി സന്ധി, മജ്ജ, മാംസം, പ്രാണൻ വിടിവിക്കുന്നത് വരെ തുളച്ച് വെട്ടി ചെത്തി കമോൺ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ കടന്നു. അല്ലാതെ ബ്രെഡിൽ ജാമു തേക്കുന്നത് പോലെ അല്ല, അത് മുറിച്ച് കടന്നതുപോലെ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ കൊള്ളാമോ ഈ പണിക്ക്? നമ്മളെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാമോ? എൻ്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ, അതിനൊന്നും കൊള്ളൂല. എന്നാൽ ദൈവത്തിൻ്റെ വചനം തുളച്ച് വന്നതുപോലെ പകുതി വരെ വന്നിട്ട് അയ്യോ ഐ ആം സോറി, ഞാൻ ഈ ദീപുവിനെ അല്ല ഉദ്ദേശിച്ചത്, ഇവൻ ഭയങ്കര കഠിനനായിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനം തിരിച്ചു പോയില്ല. സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാവേ പിതാവേ, വചനം വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പർപ്പസ് ചെയ്തിട്ടേ പോയുള്ളൂ. അതുപോലെ യോർദാൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഏലീശായെ കൊണ്ട് പർപ്പസ് ചെയ്യിച്ചിട്ടേ, ചെങ്കടലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മോശയിലൂടെ പർപ്പസ് ചെയ്യിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിളിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ടുള്ള പർപ്പസ് ചെയ്യിച്ചിട്ട് തമ്പുരാൻ നിന്നെ മുന്നോട്ട് വിടത്തുള്ളൂ. യേശു നാമത്തിൽ പുറകിൽ വരുന്ന സൈന്യത്തെ നിങ്ങൾ നോക്കണ്ട, പുറകിൽ വരുന്ന ഒരു സൈന്യത്തെയും നിങ്ങൾ നോക്കണ്ട, ഒരു ഫെലിസ്തീനെയും നോക്കണ്ട. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിളിച്ചത് ദൈവമാണോ? നിങ്ങളുടെ കയ്യിലൊരു ടൂളുണ്ട്. ഇന്ന് ആ ടൂളിനെ നിങ്ങൾ വിലയുള്ളതായി കാണുക, അത് എടുക്കാൻ യൂസ് ചെയ്യുക, അത് എടുക്കാൻ തയ്യാറാകുക. ദൈവ ശബ്ദത്തിനനുസരിച്ച് അത് നീട്ടാൻ തയ്യാറാകുക. അത് നിങ്ങൾക്ക് വഴി തുറന്ന് കിട്ടിയിരിക്കും. ആമേൻ. ഒരുപാട് കഷ്ടപ്പാടുകൾക്കകത്തുകൂടെയും പരീക്ഷണങ്ങളിലൂടെയും വിശ്വാസത്തിൽ ദൃഢത കൈവരിച്ചവനായിട്ടാണ് മോശയെ ദൈവം വളർത്തിയെടുത്തത്. അതുപോലെ ആത്മീയ യുദ്ധങ്ങളിൽ വിജയം നേടാനുള്ള പരിശീലനവും സ്വർഗത്തിലെ ദൈവം ഇതിനോടകം മോശയ്ക്ക് കൊടുത്തു. എങ്ങനെ? വിശുദ്ധീകരണം എന്ന ഘട്ടത്തിലൂടെ. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മോശയെ കൊണ്ട് വെള്ളത്തിൽ മുക്കി സ്നാനമേറ്റു അങ്ങനെയൊന്നുമല്ല നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി വല്ലാത്ത അവസ്ഥകളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്ന് ഇതിന് കൊള്ളൂല കർത്താവേ. കാര്യം എന്താ? ഞാൻ വിക്കനാ. ഇത് അദ്ദേഹത്തിന് ശുദ്ധീകരണം വരേണ്ട ഒരു പാർട്ടായിരുന്നു. എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാനൊന്നിനും പോരാ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടല്ലോ, സ്വാഭാവികമായൊരു ചിന്ത. ഞാനൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയാണ്, ഇങ്ങനെയൊക്കെ നടന്ന വ്യക്തിയാണ്, ഇത് ഞാൻ സ്നാനമേറ്റിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ വ്യക്തിയാണ്, ചെയ്തു പോയ വ്യക്തിയാണ്, കണ്ടുപോയ വ്യക്തിയാണ്. ലിസൺ മീ. അങ്ങനത്തെ ഒരു ചിന്തയുള്ളവരെയാണ് കർത്താവിന് വേണ്ടത് എന്ന് നിങ്ങൾ ദയവായി ആദ്യം മനസ്സിലാക്കുക. ഞാൻ ക്ഷുപ്രകോപിയാണ്. ആ തിരിച്ചറിവുള്ളവനെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാനൊക്കെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അടിച്ചവനാണ്, അത് തെറ്റാണ്. അല്ലെങ്കിൽ അവിടെയും കൂടെ എനിക്കൊരു കറക്ഷൻ വേണമെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവനെയാണ് ദൈവത്തിന് വേണ്ടത്. അല്ലാതെ കഠിന സ്വരമുള്ളവനെയും എന്തൊക്കെയോ രീതിയിൽ
പുറമെ മാറ്റങ്ങൾ വരുത്തിയവനെയൊക്കെ മാത്രമൊന്നും അല്ല ദൈവത്തിന് വേണ്ടേ. ഇങ്ങനെയൊക്കെ അകത്തുനിന്നൊരു ചിന്തയുള്ളവനെയാണ് ദൈവത്തിന് വേണ്ടത്. എല്ലാം തികഞ്ഞ ആരെയും അല്ല ദൈവം തിരയുന്നത്. ഇനിയും എനിക്ക് പൂർണ്ണനാകാൻ ആഗ്രഹമുണ്ടെന്നുള്ളവനെ. അപ്പോൾ മോശ പറഞ്ഞു, ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ ഞാൻ പോരാ. പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ. കാരണം ദൈവത്തിനൊരു സ്പേസ് മോശയിലുണ്ട് എന്നറിഞ്ഞപ്പോഴേ ദൈവം മോശയെ യൂസ് ചെയ്തുള്ളൂ. എനിക്കിപ്പം കർത്താവ് ഇത്രയൊക്കെ എത്തിച്ചു, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സഹായം ഒന്നും വേണ്ട, ഞാൻ അങ്ങ് പ്രസംഗിച്ചോളൂ എന്നുള്ള ചിന്ത എപ്പോൾ തലയ്ക്കകത്ത് കയറും അപ്പം ഡൗൺ ആവും ഞാൻ ആ സെക്കൻഡിൽ. ഇത് ഞാൻ എന്നെ പറയുന്ന വേറെ ആർക്കും തട്ടുകൊള്ളാതിരിക്കാനാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ ഇച്ചിരിയൊക്കെ മെച്ചമാണ്, കുറച്ചൊക്കെ ഇപ്പം ബെറ്ററായി. ഇനിയിപ്പോൾ എനിക്ക് ഇപ്പം അത്യാവശ്യം സാലറിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പഴയതുപോലെ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, പഴയതുപോലെ ഒന്നും ആയില്ലേലും കുഴപ്പമില്ല, പഴയതുപോലെ ഒന്നും വിശ്വസ്തനായില്ലേലും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന ആൻറ്റിയോടോ ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന പാസ്റ്ററോടോ ഒരു മെസ്സേജ് അങ്ങോട്ട് തള്ളിക്കൊടുത്താൽ പിന്നെ അവരവിടെ ഇരുന്ന് അന്ന് നീ ഡൗണായി, ആ സെക്കൻഡിൽ നീ ഡൗണായി. മോശ ഒന്ന് റിവേഴ്സ് ഇടാൻ നോക്കിയതാ. തമ്പുരാൻ വിട്ടില്ല. നമുക്ക് ഏത് കാര്യത്തോടും കളിക്കാം, പക്ഷെ ദൈവിക കാര്യങ്ങളോട് കളിക്കാൻ പറ്റൂല. ഏത് കാര്യവും നമുക്ക് ഏത് മനുഷ്യനെ വേണമെങ്കിലും നമുക്ക് കണ്ണിപ്പൊടിയിട്ടൊക്കെ വേണേൽ പറ്റിക്കാം, പക്ഷെ തമ്പുരാനെ പറ്റിക്കാൻ പറ്റൂല. കാരണം ആത്മീയ യുദ്ധം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് നീ പതറും. ബാക്കി എവിടെയും നീ ജയിച്ചു പോവും. ആരെയും വാക്കുകൊണ്ട് മലർത്തിയടിക്കും, ആരെയും വില വെക്കാണ്ട് പോവും, ആരെയും നീ ഹെൽപ്പ് ചെയ്യാണ്ട് പോവും, ആരെയും സഹായിക്കാതെ പോവും, ആരെയും മൈൻഡ് ചെയ്യാതെ, ആരെയും വില വെക്കാണ്ട് പോവും. ഇതൊക്കെ ചുമ്മാ ചീള് എന്നൊക്കെ പറഞ്ഞു പോവും. പക്ഷേ ആത്മീയ യുദ്ധം എന്നൊരു ഘട്ടമുണ്ട്, അവിടെ വന്ന് വീഴും. അവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ, അയ്യോ ഞാൻ ട്രാക്കിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നായിരുന്നു, ഇപ്പോൾ വെള്ളത്തിൽ കൂടായി, ആകാശത്തൂടെ കയറി പറന്നു പോയിക്കൊണ്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഭൂമി കൂടെ ഓട്ടോയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ നമ്മൾ കിടന്ന് അയ്യം വിളിക്കുന്നൊരു ഘട്ടം വരും, വിശുദ്ധീകരണത്തിൻ്റെ ഘട്ടം. അവിടെ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും. ആത്മീയ യുദ്ധത്തിൽ വരുമ്പോൾ നമ്മൾ പതറും. അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടെയൊക്കെ ഇങ്ങനെ ഭയങ്കര സ്വപ്നലോകത്തിരുന്നവരൊക്കെ ഇങ്ങ് താഴെ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരാവുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ കാണുന്നതുകൊണ്ടും കൂടെ ചേർത്ത് പറയുന്ന കേട്ടോ. മൂന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ ആത്മീയ സഞ്ചാരപാതയുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അതോടെ പറഞ്ഞു നിർത്താൻ എനിക്ക് സമയം കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സഞ്ചാരപാതയിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതമാകുന്ന ഒരു ഘട്ടമാണ്, അതാണ് മഹത്വത്തിലേക്കുള്ള പ്രവേശനം. ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ നടക്കുന്ന ഇവിടെ മുതലാണ് നമ്മൾ ആദ്യം ഒരു വിളി കേട്ടു. ഇതിനിടയ്ക്ക് ഞാനിത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു 3 ഘട്ടമാക്കിയതാണ്. ഇതിനകത്ത് 3000 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം മഹത്വത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുക, അതാണ് ഞാൻ ഈ ആത്മാവിൻ്റെ സഞ്ചാരപാത എന്നൊരു സബ്ജക്റ്റ് കൊണ്ട് അർത്ഥമാക്കിയത്. അപ്പം മഹത്വത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് 3 ഘട്ടം കൊണ്ട് എന്തായാലും തീരുവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3000 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുമില്ല എന്ന് നമുക്കറിയാം. കാരണം ഇത് നമ്മളെ പ്രോസസ്സ് ചെയ്ത് എലിജിബിൾ ആണെന്ന് കാണുമ്പോൾ കർത്താവ് കയറ്റിവിടുന്ന ഒരു ഘട്ടമാണ് ഈ മഹത്വത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. നിങ്ങളും ശ്രദ്ധിച്ചേ, കർത്താവ് യേശു ക്രിസ്തു മഹത്വം ഇറങ്ങുന്നത് കാണിച്ചത് 12 ശിഷ്യന്മാരിൽ നിന്നും വെറും 3 പേരെയാണ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. വെറും 3 പേരെ, വെറും 3 പേരെ. അവരെ കാണാൻ എലിജിബിൾ ആണെന്നുള്ളതാണ് ആദ്യം കർത്താവ് കണ്ടത്. മഹത്വം ഇറങ്ങുന്നത് കാണാൻ എലിജിബിളാണ്. പക്ഷെ അവരുടെ മേലൊന്നും ഗ്ലോറി വന്നില്ല. ഗ്ലോറി ഇറങ്ങിയത് കർത്താവിൻ്റെ മേൽ മാത്രമേ ഉള്ളൂ. അവരുടെ ഒന്നും മുഖഭാവം മാറിയില്ല, അവരുടെ ഒന്നും വസ്ത്രം മാറിയില്ല. പക്ഷെ യേശുവിൻ്റെ വസ്ത്രം മാറി. അപ്പോൾ ഗ്ലോറി കാണാൻ പറ്റും, ഗ്ലോറിയുടെ മിനിസ്ട്രി കാണാൻ പറ്റും, ഗ്ലോറി ഒരാളുടെ ജീവിതത്തിൽ ഇറങ്ങുന്ന കാണാൻ പറ്റും. എനിക്ക് അനുഭവിക്കുന്നവനാകണം. എത്ര പേർക്ക് കൂടെ ചേർന്ന് ആമേൻ പറയാൻ പറ്റും? എനിക്ക് ആ ഗ്ലോറി അനുഭവിക്കുന്നവനാകണം. മഹത്വത്തിൽ സഞ്ചരിക്കുന്നവനെ കണ്ട് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും മഹത്വത്തിൽ സഞ്ചരിക്കുന്നവനാകണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എനിക്ക് ഗ്ലോറിയിൽ സഞ്ചരിക്കുന്നവനാകണം, എനിക്ക് മഹത്വത്തിൽ സഞ്ചരിക്കുന്നവനാകണം. ദൈവത്തിൻ്റെ മഹത്വത്തിൽ സഞ്ചരിക്കുന്നവൻ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആ മഹത്വത്തിൽ അങ്ങനെയുള്ളവരുടെ അഭിഷേകത്തിൻ്റെ നില ഭയങ്കരമാകുന്ന ഉയർന്ന നിലയായിരിക്കും. 2 ആത്മീയ ഫലങ്ങൾ അവരുടെ ലൈഫിലുണ്ടാകും.
അവരുടെ ലൈഫിൽ ആത്മീയ ഫലങ്ങളുണ്ടാകും. അവരുടെ സ്വഭാവത്തിലും നല്ല ഫലം കാണും, അവരുടെ ആത്മാവിലും നല്ല ഫലം കാണും. അവരെയൊക്കെ ദൈവത്തിന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോക്കിയേ, തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം. തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ നോക്കിക്കേ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. നോക്കൂ, പൗലോസ് ശ്ലീഹ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ തിമോത്തിയോസിനോട് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് പൗലോസിന് പറയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ 3 ഘട്ടമായിട്ട് ഈ ഒരു മെസ്സേജിനെ തിരിച്ചു. ആത്മീയ സഞ്ചാരപാതയിൽ ഒരു മനുഷ്യന് കടക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് 3 ഘട്ടമായി തിരിച്ചതിൽ വിളി മുതൽ ഗ്ലോറി റിലം വരെ ഈ മനുഷ്യൻ വിട്ടുകളയാതെ പിടിച്ച ഒന്നാണ് ഉത്സാഹം. എന്താണ് ഉത്സാഹം? അത് തന്നെ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നു, വേഗത്തിൽ എൻ്റെ അടുത്ത് വരാൻ ഉത്സാഹിക്കുക. സഹോദര, നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ ഉത്സാഹം വേണം. ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് കാണണമെങ്കിൽ പോലും ഒരു ഉത്സാഹം വേണം. നാളെ നിങ്ങൾക്ക് വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിൽ പോകണമെങ്കിൽ ഒരു ഉത്സാഹം വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ ലീവ് എടുക്കും. ക്രിസ്തുവിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഉത്സാഹം വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ മടുത്തു പോകും. അതുകൊണ്ടാണ് പലരുടെയും വീര്യത്തെയും ഉത്സാഹത്തെയും ഉന്മേഷത്തെയും ഒക്കെ സാത്താൻ ബാധിക്കുന്നത്. കെട്ടപ്പെട്ടവരായി, അടിമകളായി, സാത്താൻ്റെ അടിമകളായി, സാത്താൻ്റെ കളിപ്പാവകളായി, നൂൽപ്പാവകളായി അവരൊക്കെ നിഴൽ നാടകം കളിക്കുന്നത് പോലെ സാത്താൻ അവരെയൊക്കെ ഒരു സ്ക്രീനിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കളിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെയോ പാവപ്പെട്ടവരറിയാതെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. ജീവിത പ്രാരാബ്ധങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, വൈഷമ്യങ്ങളായിരിക്കാം. പക്ഷേ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാത്താനിക ചരടുണ്ടെങ്കിൽ ഇന്നത് കട്ട് ചെയ്താൽ ആ പ്രിയപ്പെട്ടവർ സ്വതന്ത്രമാകും. അതുപോലെ നിങ്ങളെയും അങ്ങനെ സാത്താൻ നിഴലിൽ നിന്നുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുന്നെങ്കിൽ അത് കട്ട് ചെയ്യാനൊന്ന് ഉത്സാഹിക്കണം. എങ്കിലേ ആ ഉത്സാഹം നിങ്ങളെ നിങ്ങളുടെ വിളിയോടടുപ്പിക്കും. ആ ഉത്സാഹം നിങ്ങളെ ശുദ്ധീകരിക്കും. ആ ഉത്സാഹം നിങ്ങളെ പൗലോസ് പറഞ്ഞതുപോലെ മഹത്വത്തിലേക്ക് എത്തുവാനും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ സഞ്ചാരപാതയിൽ സഞ്ചരിച്ച് ആത്മീയ യുദ്ധങ്ങളിൽ ജയിച്ചവരായി, ദൈവത്തിന് പ്രിയമുള്ളവരായി, മഹത്വം കരേറ്റുന്നവരായി, മഹത്വത്തിൻ്റെ ശുശ്രൂഷകരായി, ആത്മാഭിഷേകമുള്ളവരായി, പൈശാചിക രാജ്യങ്ങൾക്കൊരു ഭയമായി താങ്കളെയും കുടുംബത്തെയും ദൈവത്തിന് യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇന്നത് വിശ്വസിക്കുന്ന താല്പര്യമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? അങ്ങനെ ഒരു ആത്മീയ അധികാരം, അങ്ങനെ ഒരു ആത്മാവിന്റെ സഞ്ചാരപാതയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അവരെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ എല്ലാ നിരാശകളും, അവരുടെ ജീവിതത്തിലെ എല്ലാ കഠിനതകളും, അവരെ നിയന്ത്രിക്കുന്ന എല്ലാ സാത്താനിക കയറുകളും ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചെറിയത്തക്കവണ്ണമുള്ള ഒരു ദൈവശക്തി പുറപ്പെടുവിക്കട്ടെ. കമോൺ, വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ ദൈവമക്കളും ആ വിളിയോടൊന്ന് അടുപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. എന്നെ ആ വിളിയോടൊന്ന് അടുപ്പിക്കണേ കർത്താവേ, എന്നെ ആ ദൈവ വിളിയോടൊന്ന് അടുപ്പിക്കണമേ. നീ ഒരു അനുഗ്രഹമായി മാറ്റുന്ന ദൈവത്തിന്റെ വിളി, നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വിളി യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ഈ പ്ലാറ്റ്ഫോമിൽ മൂവ് ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം അറ്റൻഡ് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തേടി സ്വർഗത്തിന്റെ ഒരു പുതുശക്തി വെളിപ്പെടാൻ പോകുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില മക്കളെ തൊടുവാൻ ആത്മാവാം ദൈവത്തിന്റെ സന്ദർശനം. ഓ രാംസേനെ ഖമന ബൗഡബ ശംദനെ അർധേരിഗൽ ഖമാന ശംദേരിഗ മനഹംദ
Come on, എല്ലാ ദൈവമക്കളും സ്തുതിച്ചേ, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ആത്മാവിൽ ചിലതിനെയൊക്കെ ഒന്ന് നേരിട്ട്, ആത്മാവിൽ ചിലതിനെയൊക്കെ കുടഞ്ഞെറിഞ്ഞ് അനുഗ്രഹത്തിന്റെ പദവിയിലേക്ക്, ക്രിസ്തുവിന്റെ രാജ്യ പദവിയിലേക്ക്, ആ വിളിയിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ. വായി തുറക്ക, അന്യഭാഷകളിൽ സംസാരിക്കുക. അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷകൾ, അല്ലാത്തവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ ഒരു വിശുദ്ധന് സഞ്ചരിക്കുവാനുള്ള ആത്മപാത ഈ പ്രാർത്ഥനയിൽ തുറക്കപ്പെടട്ടെ. പൗലോസ് സഞ്ചരിച്ചതുപോലെ ഒരു ആത്മപാത ഇന്ന് തുറന്നു കിട്ടട്ടെ. ഒന്നാം സ്വർഗം കാണുവാൻ, രണ്ടാം സ്വർഗം കാണുവാൻ, മൂന്നാം സ്വർഗം കാണുവാൻ കർത്താവ് അനുവദിച്ചാൽ അതിനു മുകളിലേക്കുള്ള വിഷൻസ് കാണുവാനുള്ള ഒരാത്മാ കണ്ണ് യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പാപം കൊണ്ട് ഇരുട്ടടഞ്ഞു പോയ കണ്ണുകൾ യേശു നാമത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് തുറന്നു വരട്ടെ. പാപം കൊണ്ട് കെട്ടപ്പെട്ട ബുദ്ധി യേശുവിന്റെ നാമത്തിൽ കെട്ടഴിഞ്ഞു സ്വതന്ത്രമാകട്ടെ. പാപത്തിന്റെ ഇരുളുകൾ അഴിഞ്ഞു തുടങ്ങട്ടെ. എല്ലാ സാത്താൻ തടവറയിലാക്കി വെച്ചിരിക്കുന്ന ജനത്തിന്റെ മേലും ഉന്നതമാകുന്ന ഒരു വിടുതലിന്റെ ശക്തി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ ഇറങ്ങുന്ന ഒരു ദൈവശക്തി എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. യേശു നാമത്തിൽ സാത്താൻ തടവറയിലാക്കി വെച്ച ചില മക്കളെ സ്വതന്ത്രമാക്കുന്ന ആത്മകരം ഇറങ്ങുക. ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി. I release the power. I release the power. I release the mighty power. Oh, in the name of Jesus of Nazareth. Ruha sima kamayanda. സ്വീകരിക്കുക, സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക. ദൈവ കരത്തെ സ്പർശിക്കുക, ദൈവ ശക്തിയെ സ്പർശിക്കുക. രക്തസ്രവക്കാരി സ്പർശിച്ചതുപോലെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും അവൾ വിശ്വാസത്തോടെ തൊട്ടപ്പോ അവൾക്ക് ലഭിച്ചത് ശക്തിയാണ്. അവൾക്ക് ലഭിച്ചത് ശക്തിയാണ്. ആ ശക്തി അത്രേ അവളെ സൗഖ്യമാക്കിയത്. അങ്ങനെ ഒരു ശക്തി ഇന്ന് ചിലരുടെ മേൽ ദൈവാത്മാവ് പുറപ്പെടുവിക്കട്ടെ. ഓ ജീസസ്, the glory touch in Jesus name. വിശ്വസിക്കുന്നവരെ തൊടുക കർത്താവേ. ഈ സെക്കൻഡിൽ ഹീലിംഗ്സ് നടക്കുന്നു. സൗഖ്യങ്ങൾ, 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 വിടുതൽ, വിടുതൽ. ദൈവവുമായി ബന്ധമുള്ളവനെ ദൈവം തൊടുന്ന സമയം, ദൈവശക്തിയിൽ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയം, ഒരാത്മീയ പാതയിൽ നടക്കാൻ വിളിയുള്ളവനെ വേർതിരിക്കുന്ന സമയം. Right now, in the name of Jesus, release, release, release. Lema sendene makana mama darabo. Risala labagolo Holy Ghost. Simara mamara sianthara babo. വായി തുറക്കുന്നവന്റെ ആദരത്തിൽ തീ പിടിക്കുന്നു. റിതമനറഹോ സണ്ടലമഗയ റന്തമനറഹോ തസലമെമെനയ ലിമമമമ യഹോവ ശിയന്തരെ. I release the mighty power over this platform upon your children's, upon your servants. ചില ശുശ്രൂഷകരെ കർത്താവ് തൊടുന്നു. ദൈവവേലയിൽ നിൽക്കുന്ന ചില കർത്തൃദാസി ദാസന്മാരെ ദൈവം സ്പർശിക്കുന്നു. Receive the fresh oil right now. Tenamakondo rosambatalamagus ramtenenemo holy. Ya Father,
In Jesus' name. Holy name. Rekamala kondo samba baba. Parasenderele mikante. Precious Holy Ghost. Librini mikama manabosh. Oh, fresh power. എല്ലാ തടവറകൾ പൊളിയട്ടെ. എല്ലാ സോൾട്ട് പ്രിസൺസ് തകരട്ടെ. എല്ലാ അൺവാണ്ടഡ് സോൾട്ട് ടൈസ് യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. എല്ലാ സോൾട്ട് പ്രഷർ തകരട്ടെ. എല്ലാ മെന്റൽ ഡിപ്രഷൻസ് right now heal. Oh, we subdued the power of darkness. Rakabo Sante. എല്ലാ സാത്താനിക വാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ, മഹത്വം വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ദൈവ ജീവൻ വ്യാപരിക്കട്ടെ. മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ മരണത്തെ ശാസിക്കുന്നു. ഓ, ഞങ്ങൾ ജീവൻ റിസീവ് ചെയ്യുന്നു. സ്വർഗീയ ജീവൻ റിസീവ് ചെയ്യുന്നു. ഞങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ സ്വർഗീയ ജീവൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്യാണ്. റാംസെറ്റേമേ കോണ്ടോറോബോഗോഷായാബ റാംസെനെനെനെനെനെനെ യാംസെനെ ജീസസ്. സ്വർഗീയനാഥ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വണങ്ങുകയാണ്. ഞങ്ങളുടെ മധ്യത്തിൽ ഇതുവരെയും അവിടുന്ന് നൽകിയ ഈ പരിശുദ്ധ സാന്നിധ്യത്തിനായി, അവിടുത്തെ പരിശുദ്ധ റൂഹിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സ്നേഹത്തിനും കരുതലിനും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സ്വർഗീയ മന്നായിക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവീക നന്മകൾ കൊണ്ട് ഈ പ്രിയപ്പെട്ടവർ നിറയട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, വിടുവിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഞങ്ങളുടെ മീറ്റിംഗ് ടൈമാണ് ഈ കാണുന്നത്. രാവിലെ 6:30 വൈകുന്നേരം 6:30 റെഗുലറായി നടക്കുന്ന ഈ മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പങ്കെടുക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. കർത്താവ് നിങ്ങളെ സകലത്തിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമേൻ.